ഉണക്കമീൻ നല്ല തേങ്ങ അരച്ച് കറി വെച്ചാലോ. ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ തേങ്ങാക്കൊത്താട്ടോ. അതുകൊണ്ട് കുറച്ച് അധികം തേങ്ങാക്കൊത്ത് വേണേ. നമുക്ക് ആദ്യം ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തേങ്ങാക്കൊത്തൊന്ന് വേവിക്കാൻ വയ്ക്കാം. ആ കൂടത്തിൽ ഇതിലേക്ക് ആവശ്യമുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വെന്തും കിട്ടും, നല്ല പോലെ പുളി അതിലേക്ക് പിടിക്കുകയും ചെയ്യേ. ഇനി ഒരു പാൻ വെച്ച് ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് കൊണ്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി കളറിന് ആവശ്യത്തിന് ലേശം കാശ്മീരി മുളക് പൊടി ചേർത്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു സമയത്ത് നമുക്കതിലേക്കുള്ള അരപ്പും കൂടെ റെഡിയാക്കാവേ. അതിന് വേണ്ടിയിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ലേശം വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക കേട്ടോ. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, പുളിയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിലേക്ക് ആ വഴറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്ത് ലേശം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അന്ന് പയ്യെ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാനൊരു റെസിപ്പി ഇട്ടപ്പം അതിൻ്റെ ഇതിൽ ഉപ്പിടുന്ന കാര്യം പറയാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു ഇതിനെന്താ ഉപ്പില്ലേന്ന് ചോദിച്ച്. പക്ഷെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണേ. പക്ഷേ ഈ ഒരു കറിക്ക് ഉപ്പിൻ്റെ ആവശ്യമില്ല കേട്ടോ. കാരണം അതിൽ ഉണക്ക മീനാണ്, അത്യാവശ്യം നന്നായിട്ട് ഉപ്പുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് സമയം വെള്ളത്തിട്ട് വെച്ചിരിക്കുന്ന ഉണക്കമീൻ നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ കഷ്ണം മീനാണ് ഈ ഒരു കറിക്ക് ഇച്ചിരി കൂടി ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ ഉണക്ക മീനിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുത്ത് നല്ല അടിപൊളി മീൻ കറി റെഡി ആട്ടോ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണേ. ഇനി ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നല്ല ചക്കപ്പുഴുക്കാട്ടോ. ചക്കപ്പുഴുക്കും നല്ല തേങ്ങ അരച്ച് ഉണക്കമീൻ കറിയും പുറത്ത് നല്ല മഴയും, ഇതിക്കുള്ളിൽ എന്ത് വേണമല്ലേ. നല്ല സൂപ്പറാട്ടോ. പുഴുക്കിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ.